ഏതായാലും നമുക്കിന്നിപ്പോൾ ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 എന്നുള്ളൊരു നില സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ നിന്നുള്ള മുന്നോട്ടേക്കുള്ള ഒരു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു മൂവ്മെന്റ് എത്രമാത്രം സാധ്യമാണ്? നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോഴും. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അത് ഹെൽത്തി ആയിരിക്കുമെന്ന് കഴിഞ്ഞ് പറഞ്ഞിരുന്നു. അതേപോലെയുള്ള മൂവ്മെന്റ്സുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഞാനത് പോസിറ്റീവായിട്ടാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് 25,150. ഈ ഒരു ലെവലിൽ ചെറിയ റെസിസ്റ്റൻസ് പോയിന്റ്സ് ഉണ്ട്. അവിടെ എന്തെങ്കിലും നിഫ്റ്റി റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അതിനുശേഷവും വീണ്ടും റീഗെയിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നിഫ്റ്റിയിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ന്യൂസ് ഫ്ലോ ഒക്കെ വരാനുള്ള സാധ്യതയുള്ള വീക്കുകളാണ്. ഒരുപാട് ന്യൂസ് എക്സ്റ്റേണലി വരാൻ സാധ്യതയുണ്ട്. ഇന്റേണലി തന്നെ നമ്മൾ FM പല ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. പല ഇൻഡസ്ട്രിയിലെ ആളുകളുമായി സംസാരിക്കുന്നുണ്ട് ഈ വീക്കിലൊക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില ന്യൂസുകൾ വരാനുള്ള സാധ്യതയും ഈ വീക്കിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ മൂവ്മെന്റുകളാണെങ്കിൽ അത് ഹെൽത്തി ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും. അങ്ങനെയുള്ള മൂവ്മെന്റ്സുകളാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ ലെവല് 25,150 ചെറിയൊരു റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിഫ്റ്റി റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെന്റ് വരുന്നത് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഡൗൺ ദ ലൈൻ നമുക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് 24,850 ആ ലെവലിൽ ഒരു നല്ലൊരു സപ്പോർട്ടും ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സോ ഈ ലെവലിലായിരിക്കും നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്കിന്നിപ്പോൾ 0.5% കൂടുതൽ തന്നെ മുന്നേറ്റം കാണുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 54,500 എന്നുള്ള ഒരു ഡേ ഹൈ ഇതുവരെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിയെ അപേക്ഷിച്ച് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു അല്പം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു ഗ്രാജുവലി മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസസ് എത്രമാത്രമാണ്? തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു മൂവ്മെന്റ്സ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നിഫ്റ്റിയിൽ. അതുണ്ടായില്ല. ചെറിയ മൂവ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു മൂവ്മെന്റ്സ് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള സെക്ടേഴ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമ്മളെ ബാങ്കിങ് സെക്ടേഴ്സ് കുറച്ചു കാലം നമ്മളെ താങ്ങി നിർത്തിയിരുന്നതാണ്. അപ്പൊ ആ ഒരു ഇൻഡെക്സ് കുറച്ച് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ പോസിറ്റീവ് തന്നെയാണ്. ആ ഒരു 54,000 എബോ നിൽക്കുന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. ഈ 55 എബോ വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. ചെറിയ ചെറിയ മൂവ്മെന്റ്സുകൾ കൊണ്ട് വരാം എന്നും അത് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബട്ട് അത് അതിന്റെ ഗെയിൻ പിന്നീട് അത് റൈസ് ചെയ്ത് പോവുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബൈ വരാനുള്ള സാധ്യത ഇത് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂവ്മെന്റ്സ്, ഒരു സ്ലോ മൂവ്മെന്റ്സ് വന്നതിന് ശേഷവും വീണ്ടും ഒരേ റേവിൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിന് അത് ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നു വലിയൊരു മൂവ്മെന്റ് വരാനുള്ളതിനെ ഒരു തുടക്കമായിരിക്കാം. ഈ 54,000 നല്ല സപ്പോർട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 55 എബോ വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സെക്ടേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ ടി തന്നെയാണ് ഇന്ന് വളരെയധികം ഒരു മൂവ്മെന്റ് കാഴ്ചവെക്കുന്നത്. തുടക്കം മുതൽ തന്നെ 2% കൂടുതൽ നേട്ടം ഉണ്ടായിരുന്നു. ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഐ ടി ഇൻഡെക്സിന് കീഴിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും നമുക്കൊരു ടോപ്പ് ഗെയിനർ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. വിപ്രോ, TCS, HCL ടെക് അടക്കം. ഐ ടി ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ലൊരു മൂവ്മെന്റ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെക്ടേഴ്സ് ആണ്. അപ്പൊ അതിനെ ഈ ഡൗൺ ട്രെൻഡ് അറസ്റ്റായി എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയൊരു ഡൗൺ ട്രെൻഡ് വന്നത് കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലൊക്കെയാണ്. അതിനുശേഷം ഒരു റിക്കവറി വന്നു, വീണ്ടും താഴേക്ക് പോയെങ്കിലും പഴയ ലെവലിലേക്ക് അത് വന്നിട്ടില്ല. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്ന ഒരു 34,000 ലെവലില് നല്ലൊരു സപ്പോർട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു നല്ല റെസിസ്റ്റൻസ് വരാൻ സാധ്യത ഉള്ളത് ഇനി 40,000 ലെവലിലാണ്. കാരണം ഇത് കുറച്ച് സ്റ്റോക്സുകളുടെ ഒരു ഇൻഡെക്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഈ 2 ദിവസമായി നല്ല മൂവ്മെന്റ്സ് വരുന്നു. എനിക്ക് തോന്നുന്നു അത് 40,000
മൂവ് ചെയ്യാനുള്ള ഹെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ ഡൗൺ ട്രെൻഡിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി എന്നെങ്കിലും ഉള്ളൂ. വലിയ പോസിറ്റീവ് മൊമെന്റം എന്ന് എനിക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. ബട്ട് ഷോർട്ട് ടൈമിൽ ഇത് പോസിറ്റീവായിട്ട് ഒരു 40,000 വരെ ഈ ഇൻഡെക്സിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടാണ് കുറെ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, ഇന്നലെ കുറച്ച് പാർട്ടിസിപ്പൻസ് ആയിരുന്നു, അതിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ ഈ കുറെ കമ്പനികൾ അതിനെ ചേർന്ന് അടുത്ത ദിവസങ്ങളിൽ ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഇതില് വോളിയം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ആണ്, ഒരു ഷോർട്ട് ടൈം പോസിറ്റീവ് ആണെന്ന് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഒരു 40,000 എബോ ഒക്കെ നല്ല വോളിയത്തോടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മൂവ് എന്ന് പറയാൻ പറ്റും. ബട്ട് നമുക്ക് വളരെ കോഷ്യസോ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇല്ല. നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാരത് ഫോർജിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓട്ടോ സെഗ്മെന്റിലെ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് വലിയൊരു മുന്നേറ്റം ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും 6% കൂടുതലുള്ള ഒരു റാലി നമുക്ക് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇന്നും 4% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു വർഷം അപ്പുറത്തേക്കാണ് ഒരു 1629 രൂപ എന്നുള്ള ഒരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലത്തെ ഈ ഒരു മൂവ്മെന്റ് ഒരു ടേൺ അറൗണ്ടിനുള്ള എന്തെങ്കിലും സാധ്യത സാറ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ആട്ടോ സെക്ടറിലുപരി മറ്റുള്ള സെക്ടർ, ഡിഫൻസ് സെക്ടറിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മൾട്ടി സെക്ടറുകളായിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അത് മാറി തിരിച്ചൊരു അപ് ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. ഈ 1600 എന്ന് പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഒരു ലെവലാണ്. എനിക്ക് തോന്നുന്നു അതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വോളിയത്തിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് കാണുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാനായിട്ട് 1340 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ റെസ്റ്റ് ചെയ്താലും തിരിച്ച് റീഗെയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യാം. പഴയ ഒരു വീക്ക്നെസ് ഇപ്പോൾ അതിൽ കാണുന്നില്ല. തിരിച്ചു വരാനുള്ള ഒരു പാതയിലാണ്, റിക്കവറി ആണ്. അപ്പൊ അതിന് സപ്പോർട്ടായിട്ടുള്ള ഒരു വോളിയം അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റുള്ള പോസിറ്റീവ് ന്യൂസുകളൊക്കെ തന്നെ അതിനും വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടൈമിലേക്കും ഒരു പോസിറ്റീവായിട്ട് ടേൺ അറൗണ്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയുന്നത്. എറ്റേണലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക്. ലാസ്റ്റ് വീക്കായിരുന്നു ഒരു ഹൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് 334 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. അതിനുശേഷം നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളൊരു നിലയിലേക്കാണ് തോന്നുന്നത്. ഇന്നും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എറ്റേണലിന്റെ നിലവിലത്തെ ഒരു അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? ഓക്കെ, റൈറ്റ്. ഇപ്പോഴത്തെ ലെവലിൽ അത് 324 എന്നുള്ള ലെവല് വളരെ ഹൈ ലെവലിലാണ്. കുറെ ദിവസമായിട്ട് അത് പോസിറ്റീവ് ആയിരുന്നു. ഈ ഒരു ലെവലിലും എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടെ പോസിറ്റിവിറ്റി ബാക്കിയുണ്ട്. അത് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി പഴയ ഒരു വലിയൊരു മൊമെന്റം ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു 350ലേക്ക് ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 310ലേക്കൊക്കെ വരികയാണെങ്കിൽ 300 ഒക്കെ അടുത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വോളിയത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയിൽ ഇപ്പോൾ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും അതിൽ കുറവ് വരുന്നത്. അത് മാത്രം ഒരു കൺസേൺ ആയി നിൽക്കുന്നു. ബാക്കിയുള്ള ട്രെൻഡ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ട്രെൻഡാണ്, പോസിറ്റീവ് തന്നെയാണ്. മറ്റൊരു സ്റ്റോക്ക് മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ആണ്. ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മുത്തൂറ്റിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 405 രൂപ എന്നുള്ള ഒരു ഹൈ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നിലവിൽ 275 രൂപ എന്നുള്ളൊരു നിലയിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയർ ടു ഡേറ്റിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. 16% കൂടുതൽ ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു വലിയ വോൾട്ടാലിറ്റി ഉള്ള സ്റ്റോക്സ് ആണ്. ജൂലൈയിലൊക്കെ ഒക്കെ ആയപ്പോഴേക്കും 360 വരെയൊക്കെ പോയത്. അപ്പൊ അത് ഹൈ വോൾട്ടാലിറ്റി ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. നമ്മള് വോളിയത്തിൽ അത്ര വലിയ ഇതില്ല, ട്രേഡിംഗ് സ്റ്റോക്സ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടാലിറ്റി വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു കൺസോൾട്ടേഷൻ മൂവ് ആണ് നടക്കുന്നത്. 275 260 എന്ന് പറയുന്നത് നല്ലൊരു ലെവൽ തന്നെയാണ് എൻറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് 360 വരെയൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. വോളിയം കുറവായതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ്സ് വളരെ സ്പീഡി ആയിരിക്കും. ആ സ്പീഡി മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയും ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള മൂവ് ആയതുകൊണ്ട് ഒരു എൻട്രി ലെവൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ് ഇപ്പോഴത്തെ ലെവലിൽ മുത്തൂറ്റ് ക്യാപിറ്റൽ.